ആലുവയിൽ വീണ്ടും ഗൂണ്ടാക്രമണം. ആലുവ ഉളിയന്നൂരിലാണ് ആയുധങ്ങളുമായി എത്തിയ ഗുണ്ടകൾ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളൊക്കെ അടിച്ച് തകർത്തത്. സംഘത്തിൽ രണ്ടുപേരെ ആലുവ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിനീത ബി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിനീത, സംസ്ഥാനത്താകെ ഗൂണ്ടാ വിളയാട്ടമെന്ന വാർത്തകൾ വരുന്ന നേരം സർക്കാർ ചില തീരുമാനങ്ങൾ ആഭ്യന്തര വകുപ്പ് എടുത്തിരിക്കുന്നു. പല ഗൂണ്ടകളും ഉള്ളിലായി കാപ്പ ചുമത്താനൊക്കെ ഉള്ള ആലോചനകളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴാണ് ആലുവയിൽ ഗുണ്ടകൾ നിരത്തിലിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആരാണ് ഈ ചേട്ടന്മാർ? SKN കോമ്പാറ സ്വദേശികളായ സുനിൽ, അതോടൊപ്പം തന്നെ സുനീർ ഷാഹുൽ എന്നിങ്ങനെ രണ്ടുപേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവർ നേരത്തെയും സമാന രീതിയിൽ ഈ ഗുണ്ടാ പ്രവർത്തനവുമൊക്കെയായി നഗരത്തിലിറങ്ങി ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവരാണ്. ഏതാണ്ട് ഒരു കൊല്ലം മുൻപ് ആലുവയിലെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. ഈ ഹോട്ടലിലെത്തി ഈ ഹോട്ടല് തല്ലി തകർക്കുകയും ഉടമയെ ആക്രമിക്കാനൊക്കെ ശ്രമിച്ച കേസിലെ പ്രതികളാണ് ഇവർ. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ആലുവ ഉളിയന്നൂരിലെത്തി സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. രാത്രി ഈ നിരത്തിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ തല്ലി തകർത്തുകൊണ്ടായിരുന്നു ഇന്നലെ ഈ ഗുണ്ടകളുടെ ഒരു വിളയാട്ടം ഉണ്ടായത്. തുടർന്ന് പോലീസ് എത്തി ഇവരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. കോമ്പാറ സ്വദേശികളായ സുനീർ ഷാഹുൽ എന്നിങ്ങനെ രണ്ടുപേരെയാണ് പോലീസ് ഇപ്പോൾ ഈ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരെ വളരെ വിശദമായൊക്കെ തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ സംഘത്തിൽ കൂടുതൽ ആരെങ്കിലും ഇന്നലെ ഈ വാഹനങ്ങൾ തല്ലി തകർത്തതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കുകയാണ്. ഇതിലിപ്പോ നമുക്ക് അറിയാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ഇത്തരം ഈ സംഘങ്ങൾ, അതായത് ഈ ആലുവയൊക്കെ കേന്ദ്രീകരിച്ച ഈ മണൽക്കടത്തൊക്കെ തന്നെ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകളിൽപ്പെട്ട ഗുണ്ടാ സംഘങ്ങളുണ്ട്. അവരിൽപ്പെട്ട കണ്ണികളാണ് ഇവർ എന്ന ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. SKN സൂചിപ്പിച്ചതുപോലെ ഈ തലസ്ഥാനത്ത് വലിയ രീതിയിൽ ഗുണ്ടാക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം കൊച്ചിയിലും സമാന രീതിയിലുള്ള ഗുണ്ടകളുടെ വിളയാട്ടം നടക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഈ ആലുവയിൽ രാത്രി ഇന്നലെ വീണ്ടും ഗുണ്ടാക്രമണം കൂടി ഉണ്ടായിരിക്കുന്നത്. SKN വിനീത ബി